ഈ കാണുന്നത് ഒരു വിനോദ സഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് ബോട്ടുകളും വള്ളങ്ങളും എല്ലാ ദിവസവും ഇറങ്ങിപ്പോയിരുന്ന മുതലപ്പൊഴി ഹാർബറിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ അഞ്ചുതെങ്ങ് മുതലപ്പൊഴി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ കണ്ണുനീരിലും പട്ടിണിയിലുമാക്കിക്കൊണ്ട് ഒരു മാസം മുമ്പ് കടൽ മണൽ കരയിലേക്ക് ഇടിച്ചു കയറി മുതലപ്പൊഴി അടഞ്ഞുപോയതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. മുതലപ്പൊഴി അടഞ്ഞുപോയതിനെ തുടർന്ന് നിരവധി വീടുകൾ വെള്ളത്തിലാവുകയും നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുകയും ചെയ്തിരുന്നു. മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ച് സമരം ചെയ്തതിൻ്റെ പരിണിത ഫലമെന്നോണം ഒടുവിൽ മുതലപ്പൊഴിയിലെ മണ്ണു മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. മുതലപ്പൊഴി മണ്ണു മാറ്റുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിനി കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നെത്തിച്ച വലിയ ട്രെജറുകൾ ഉപയോഗിച്ചായിരുന്നു മണ്ണ് മാറ്റി മുതലപ്പൊഴി തുറക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. 3 ദിവസത്തെ വലിയ പരിശ്രമത്തിനൊടുവിൽ മുതലപ്പൊഴി തുറന്നു. നൂറുകണക്കിന് വള്ളങ്ങളും ബോട്ടുകളും നിരനിരയായി അഞ്ചുതെങ്ങ് കായലിൽ നിന്നും കടലിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന ഈ പൊഴിക്ക് 25 മീറ്ററോളം ആഴവും 100 മീറ്ററിൽ കൂടുതൽ വീതിയും ഉണ്ടായിരുന്നു. അഞ്ചുതെങ്ങ് കായൽ, പാർവതി പുത്തനാർ, കഠിനംകുളം കായൽ, ഇത് മൂന്നും കൂടിയാണ് മുതലപ്പൊഴി വഴി അറബിക്കടലിലേക്ക് പതിക്കുന്നത്. 4 ലക്ഷം ക്യൂബിക് മീറ്ററിലധികം മണലാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നത്. അഴിമുഖത്തെ മണൽ കൂനകളിൽ വള്ളങ്ങൾ ഇടിച്ച് നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിക്കുകയും നിരവധി മനുഷ്യജീവനുകൾ പൊലിയുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്ന് ട്രെജറുകൾ എത്തിച്ചാണ് മണൽ നീക്കം ചെയ്ത് പൊഴി തുറന്നത്. അസാധാരണമായ നിലയിൽ രൂപപ്പെട്ട മണൽത്തിട്ട നീക്കം ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തു എന്ന് പൂനെയിലെ CWPRS തയ്യാറാക്കിയ 177 കോടി രൂപയുടെ അപകടരഹിതമായ തുറമുഖത്തിന്റെ നിർമ്മാണം 2025 മെയ് 20 തുടങ്ങുമെന്നും 23 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ചെലവഴിച്ച് തീരസംരക്ഷണത്തിനുള്ള പുലിമുട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും സ്ഥലം MLA P ശശി പറഞ്ഞു. മണൽത്തിട്ട മാറ്റാനായി കൊണ്ടുവന്ന വലിയ ട്രെജറുകൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലും വേലിയേറ്റവും കാരണം കായലിലേക്ക് കയറാൻ കഴിയാതെ കടൽ തന്നെ തുടരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തുടർച്ചയായി മണ്ണ് മാറ്റിയില്ല എങ്കിൽ വീണ്ടും മണൽ അടിഞ്ഞുകൂടി മുതലപ്പൊഴി മൂടിപ്പോകാനുള്ള സാധ്യത ഉദ്യോഗസ്ഥരെയും മത്സ്യത്തൊഴിലാളികളെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ആയൂർ ടു ഓയൂർ ന്യൂസ്, മുതലപ്പൊഴി, അഞ്ചുതെങ്ങ്.